അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ദുഃഖം, അപ്രതീക്ഷിതമായിട്ടുള്ള ഭയം, മാനസിക സമ്മർദ്ദങ്ങൾ, ഇതെല്ലാം നമ്മുടെ ഹൃദയം പൊട്ടിപ്പോകുന്ന ഒരു സാഹചര്യം ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇതൊരു ഉപമയല്ല, തികച്ചും നമുക്കിടയിൽ പലപ്പോഴായി സംഭവിക്കുന്ന ഒരു സത്യാവസ്ഥയാണ്. ടക്കോസുബോകാർഡിയോമയോപ്പതി എന്നറിയപ്പെടുന്നൊരവസ്ഥ, മാനസിക സമ്മർദ്ദം മൂലമുണ്ടാകുന്ന ഒരു ഹൃദയത്തിൻ്റെ താൽക്കാലികമായിട്ടുള്ള ദുർബലതയാണ് ഈ ടക്കോസുബോകാർഡിയോമയോപ്പതി അല്ലെങ്കിൽ ബ്രോക്കൺ ഹാർട്ട് സിൻഡ്രോം എന്ന് വിശേഷിപ്പിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ഹൃദയത്തിലെ ലെഫ്റ്റ് വെൻട്രിക്കിൾ എന്ന് പറയുന്ന അറ അത് ബലൂണിനെ പോലെ ഇങ്ങനെ വീർത്ത് വീർത്ത് വരികയും, ഇത് ഹൃദയാഘാതത്തിൻ്റെ ലക്ഷണങ്ങളാണ് കാണിക്കുക. പക്ഷേ ഇവരുടെ രക്തക്കുഴലുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ബ്ലോക്കൊന്നും കണ്ടുകൊള്ളണമെന്നില്ല. ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് നമ്മുടെ ഹൃദയത്തെ ഒരു ബലൂണിനെ പോലെ ഉപമിക്കാം. സ്ട്രെസ്സ് വന്നാൽ അതിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ വീർത്ത് വീർത്ത് പോകും. ഈ വീർത്ത് വീർത്ത് പോകുമ്പം നമുക്കറിയാം ഇത് പമ്പ് ചെയ്യപ്പെടുന്നൊരു അവയവമാണ്. ഈ പമ്പിങ് അങ്ങ് കുറഞ്ഞു പോകും. ഈ ഒരു വീർത്ത് വരുന്ന അറ ലെഫ്റ്റ് വെൻട്രിക്കിലാണ്. ഇതിങ്ങനെ വീർത്ത് കഴിഞ്ഞാൽ ഇതിന് ജപ്പാനിലെ ഒക്ടോപ്പസ് സ്പോട്ട് പോലെ ഉള്ള ഒരു ആകൃതിയാണ് കൈവരിക്കുക. അതുകൊണ്ടാണ് ഇതിന് ടക്കോസുബോകാർഡിയോപ്പതി എന്ന് പേര് വന്നത്. ആരിലൊക്കെയാണ് ഈ ഒരു അവസ്ഥ കൂടുതൽ കണ്ടുവരുന്നത്? മിനോപോസ് കഴിഞ്ഞ സ്ത്രീകളിൽ, പിന്നെ അതിശക്തമായിട്ടുള്ള മാനസിക സമ്മർദ്ദമുള്ളവർ, മറ്റ് ശാരീരിക രോഗങ്ങളുള്ളവരിലൊക്കെയാണ്, പ്രത്യേകിച്ച് ഒരുപാട് ക്രോണിക് ആയിട്ടുള്ള അസുഖങ്ങളുള്ളവർ, സർജറികളൊക്കെ കഴിഞ്ഞവർക്ക് ഒക്കെയാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഈ ടക്കോസുബോകാർഡിയോപ്പതി കാണിക്കുന്നത്? നെഞ്ചുവേദന കാണാം, ശ്വാസമുട്ട് അനുഭവപ്പെടാം, ECG എടുത്തു കഴിഞ്ഞാൽ ഒരു ഹൃദയാഘാതത്തിൽ കാണുന്നത് പോലെ മാറ്റങ്ങൾ കണ്ടുവന്ന് വരാം. എങ്ങനെയാണിത് നിർണ്ണയിക്കുന്നത്? ഇപ്പോൾ ECG എടുത്തു കഴിഞ്ഞാൽ ചേഞ്ചുകൾ കാണാം. ട്രോപ്പോണിൻ I എന്ന് പറയുന്ന ടെസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് കുറച്ച് ഉയർന്നതായിട്ട് കാണാം. ആൻജിയോഗ്രാം എടുത്തു കഴിഞ്ഞാൽ ആർട്ടറീസ്, ഈ രക്തക്കോയിലുകളൊക്കെ വളരെ നോർമലായിരിക്കും. എക്കോ എടുത്തു കഴിഞ്ഞാൽ ഈ ഹൃദയത്തിൻ്റെ ഈ ഒരു അറ ഇങ്ങനെ ബലൂൺ പോലെ വീർത്ത് വയ്ക്കുന്നത് കാണാൻ പറ്റും. ചികിത്സ എന്തൊക്കെയാണ് കൊടുത്തു വരുന്നത്? പൊതുവെ സപ്പോർട്ടീവ് തെറാപ്പി കൊടുക്കും, ബീറ്റാ ബ്ലോക്കേഴ്സ് എന്ന് പറയുന്ന മരുന്നുകൾ കൊടുക്കും. കുറച്ച് ആഴ്ചകൾ കൊണ്ട് തന്നെ ഇത് നോർമൽ അവസ്ഥയിലേക്ക് വരുന്നൊരു ആരോഗ്യ പ്രശ്നമാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മാനസിക അസ്വസ്ഥതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ മനസ്സിൽ മാത്രം ഉണ്ടാകുന്നൊരു മാനസിക പ്രശ്നം മാത്രം ആയിക്കൊള്ളണമെന്നില്ല. അത് നമ്മുടെ ഹൃദയത്തെ തന്നെ, ഹൃദയം ഇത്ര ശക്തമായിട്ട് പ്രതികരിക്കുന്നൊരവസ്ഥയായി മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? മാനസിക സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നിയന്ത്രിക്കാനുള്ള കഴിവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഓരോ ദുഃഖത്തിൻ്റെ അവസ്ഥകളും ഉണ്ടാകുമ്പം അതങ്ങനെ തലയിൽ നടക്കാതെ അതിന് ഹെൽപ്പ് സ്വീകരിക്കുക. പിന്നെ നമ്മൾ അനുഭവിക്കുന്ന ഓരോ നെഞ്ചുവേദനയും വെറും ഹൃദയത്തിൻ്റെ ബ്ലോക്ക് കൊണ്ട് മാത്രമല്ല വരിക എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. പൊട്ടിയ ഹൃദയം സുഖപ്പെടും, പക്ഷെ സമയത്തിന് നമ്മൾ തിരിച്ചറിയണം.